അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഗൈസ്, ഞാൻ വെല്ല പറയണത് എന്താണെന്ന് വെച്ചാൽ ഇനി 2 പേർക്ക് പണിയെടുക്കാൻ പോകാം കേട്ടോ. നമ്മൾ ലോങ് ട്രിപ്പ് പോവുകയാണ്. പക്ഷേ അവരോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ എടുത്തേക്ക് പോകുക എന്നിട്ട് നമ്മൾ ചുറ്റുവട്ടത്തുള്ള സ്ഥലത്തേക്ക് പോകുക എന്നിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താവുമെന്ന് നോക്കാം. പ്രാങ്കാണ്. കാരണം അവർ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല, അവരിട്ട ഡ്രസ്സിലാണ് വരുന്നത്. ഞങ്ങളിവിടെ ഫുൾ സെറ്റായി ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നാളെ ഇടാനുള്ളതൊക്കെ നമ്മൾ രാത്രിയാണ് പോണത്. അപ്പോൾ ഒരു എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കാണാം. അപ്പോൾ ഗൈസ്, അവർ എത്താനായിട്ടുണ്ട് കേട്ടോ. ഗൈസ്, അലവലാദികൾ വന്നിട്ടുണ്ട് ഗൈസ്. ഗൈസ്, ഇതാണ് ഡ്രസ്സ്. എന്താ ഞാനും ഇറങ്ങി വണ്ടി സൈഡാക്കി. എന്താ പറയുള്ളത്? ആ, എടുക്ക പോണ് പറയേ. അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് മറ്റേ നഷ്വാന്റെ പല്ല് പോയിക്കണം കേട്ടോ. നോക്കട്ടെ. ഐ ചിരിച്ച ചിരിക്കൂ. പോവട്ടെ. കേറൂ. അവിടെ ഇരിക്കാൻ സുഖം. അവിടെ കൊറേ ഗ്യാപ്പ് ഉണ്ടാവും കുട്ടികൾക്ക് ഇരിക്കാന്. ഇവിടെ കുറച്ച് ഗ്യാപ്പ്. അങ്ങാടികളിലൊക്കെ 2 മണി 3 മണി പുഴയുണ്ട് ഗൈസ്, കാണൂല. ഇപ്രാവശ്യം തിരക്ക് വലിയ ഇതില്ല. പിന്നെ സ്കൂൾ തുറക്ക് പോയില്ലെങ്കിലും. അപ്പൊ ഇക്ക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തു ട്രിപ്പിനെ കുറിച്ച്. അടിപൊളിയാ. എവിടേക്കാണ് ഇപ്പൊ നമ്മൾ ടാർഗറ്റ് കാണല്ലേ? കണ്ണൂർ പൂജപ്പുര കാണാം. അപ്പൊ ഗൈസ്, ഞാനോട് ഞാൻ ഫ്രണ്ടിലാണ്. അപ്പൊ നമ്മളെന്താ ഫുൾ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു ഒരു ട്രിപ്പാണ് ഗൈസ്. അത് മറ്റേ മഴവില് ഇരിഞ്ഞ പോലെ ഉണ്ട് ഫോണില്. ഞാൻ പോയിട്ട് വരാം. ഓക്കേ. നമ്മള് നാണൂന്ന് വിശന്നിട്ടുണ്ട് കേട്ടോ. മനസ്സിലായിക്ക വേരിയും ഇതിന്റെ പേരെന്താ ഒന്ന് നിർത്തി പിടിക്കും. ഊരി ഒന്ന് കാണിച്ചിരിക്കുന്നത്. ഗൈസ്, ഞാൻ പറഞ്ഞതൊരു മുട്ടയാണ്. മുട്ട ഈ തീറ്റ പണ്ടറ കിടത്തുന്നത് റപ്പായി. ഇപ്പൊ എന്താണ് തോന്നുന്നത്? എങ്ങട്ട് യശു അറിഞ്ഞിട്ടോ. എന്നാലും ഈ ഒരു ട്രിപ്പിന് നിങ്ങൾ എന്താ വിചാരിച്ചിരുന്നേ? അതെ ഗൈസ്, അപ്പൊ മൂഞ്ച അവസ്ഥയാണ്. അപ്പൊ എവിടുക്കാന്ന് എപ്പോഴും മനസ്സിലായിട്ടില്ല. ഇല്ലല്ലോ? എന്നാലും
ഇന്ന് കുട്ടികൾ പാവട്ടോ ഒറ്റ ഡ്രസ്സൊക്കെ എടുക്കണോ? ഈ ഡ്രസ്സ് ആയിട്ടാണ് ഞാൻ അവള് നടക്കാൻ പോകുന്നത്. ഇക്ക ഇങ്ങനെ എന്താ പറയുള്ളത് ഇതിനെ കുറിച്ചിട്ട്? ഇങ്ങോട്ട് നോക്കി പറയും ഇതെവിടെയാണ് ക്യാമറ? ഓ ഇത്ര സൗമ്യമായ ഭാഷ. ഇന്നെടുത്താ ഇന്നൊന്ന് കാണണ്ടേ? പ്രേക്ഷകർ എന്നെ കണ്ടില്ല. തിരിക്കൂ. ഞാനിവിടെ ഞങ്ങൾ എഗ്ഗ് കഴിക്കാൻ കയറിയതാണ്. എഗ്ഗ് മലയാളത്തിൽ പറഞ്ഞ തെറ്റിദ്ധരിച്ചിട്ടാണ് എഗ്ഗ് കേറുകയാണ്. എത്തിയിട്ടുണ്ട് കേട്ടോ. എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രാത്രി ആയതുകൊണ്ട് വല്ലാതെ എന്താ പറയാ വിസിബിലിറ്റി ഇല്ല, പുറത്തോട്ട് കാണുന്നില്ല കേട്ടോ. എന്റെ ഫോണ് ഗൈസ് റിയൽമി ആണ്, അതുകൊണ്ട് എന്താന്നറിയില്ല. ചില സമയത്ത് ക്യാമറക്ക് ഭയങ്കര പവറാണ്, ചില സമയത്ത് തീരെ പവർ ഉണ്ടാവില്ല. എന്തോ ഒരു ഐഡിയ ഇല്ല കേട്ടോ. നല്ല അടിപൊളി റോഡൊക്കെ കേട്ടോ. നമ്മള് കൊറേ ആയിട്ട് അങ്ങോട്ട് വന്നിട്ടല്ലേ. അതെ അതെ അതെ. പൈസ എവിടെ ബ്ലോക്ക് ആയിട്ടാ? ഉണ്ടു ഉണ്ട് നീച്ചിട്ടുണ്ട് ഗൈസ്. എല്ലാരും കാണുന്നുണ്ട്. എന്താ പറയാനുള്ളത്? ചുരം കണ്ടിട്ട് എന്താ പറയാനുള്ളത്? അനക്കെന്താ പറയാ? അനക്കെന്താ പറയാനുള്ളത്? ഇജാണ് പറയണ്ടേ. എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളെ പ്രാങ്ക്? ഞങ്ങളെ പ്രാങ്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഐ അപമാനിക്കല്ലേ. അതുകൊണ്ട് നിങ്ങളൊന്നും പേടിക്കണ്ട, അതിനൊക്കെ നമ്മള് ഉടുതുണി മറുതുണിയൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ. നേശ്വ അങ്ങനെ ഇരുന്നിട്ട് ജി ഇറങ്ങൊന്നും വേണ്ട. ഹലോ ഹലോ ഹലോ. ഇവരോട് ഞാൻ പറഞ്ഞത് കുളത്തൊക്കെ പോയൊക്കെ പോവാറുണ്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഉടുത്തുണിക്ക് മറുതുണി ഇല്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾ ഇവിടെ താമരശ്ശേരി ചുരം കയറിയിട്ട് ഇവിടെ നിൽക്കട്ടെ. ചവിട്ട കിട്ടിയ അവളവിടെ താഴെ കിടക്കും. എനിക്ക് വയ്യ. എന്താ പറയാനുള്ളത്? വലിയ വലി മക്കളെ റൂമിൻ്റെ മുന്നിൽ കുന്തം പിടിക്കാൻ പറ്റും.